രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ ഫോണുകളുടെ പാസ്വേഡ് കൈമാറാനുള്ള തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. 2 ഫോണുകളുടെ പാസ്വേഡ് കൈമാറണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ രീതിയിൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് അത് റദ്ദാക്കാനുള്ള ഹൈക്കോടതി നിരീക്ഷണം? അതിൽ ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചാണ് നേരത്തെ മജിസ്ട്രേറ്റ് കോടതി അത്തരത്തിലൊരു ഉത്തരവിട്ടത്. അതിപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ട് എന്താണ് കോടതിയുടെ നിരീക്ഷണം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് 2 ഫോണുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റേതായുള്ളത് SITക്ക് കൈമാറണം എന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അതിന്മേലാണ് രാഹുൽ ഹൈക്കോടതിയിലെത്തിയത്. പാസ്വേഡ് അടക്കം കൈമാറുന്നതിൽ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് തന്റെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അഭിഭാഷകന്റെ സാന്നിധ്യത്തിലോ വേണം അത് കൈമാറാൻ. അതാണ് രാഹുലിന്റെ ആവശ്യം. ഈ ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ രാഹുലിന്റെ പാസ്വേഡ് കൈമാറേണ്ട നടപടി ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ രാഹുലിന്റെ ഹർജിയിൽ വിശദമായി വാദം കേൾക്കും. അതിന്മേൽ കോടതി തീരുമാനമെടുക്കും. ശരി വിഷ്ണു. ഇതിപ്പോ വന്ന് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടം ഫാനായോ? രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ സൈബർ ഫാനുകളിൽ ഈ പറയുന്ന ഹൈക്കോടതിയും പെടുകയാണോ? എന്റെ സംശയമാണ് കേട്ടോ. കാരണം അടിച്ചു, കുത്തി, ചവിട്ടി, മർദ്ദിച്ചു, തുപ്പി, കേറ്റി, വലിച്ചു, പിടിച്ചു, ചൗമ്പി എന്നൊക്കെ പറഞ്ഞ് പരാതികളുമായി എത്തിയ ആളുകളോട് കോടതി നിരന്തരമായ ചോദ്യങ്ങൾ. എവിടെ ഈ പറയുന്നതൊക്കെ എവിടെ എന്നാണ് കോടതി ചോദിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നു എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ പറ്റൂല. കോടതി പറയുന്നു നീ കൊടുക്കണ്ടടാ മോനെ, നീ കൊടുക്കണ്ട. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇവിടെ നിയമങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ വേണമെങ്കിൽ പോലീസുകാരൻ കണ്ടുപിടിക്കണം. അതല്ലാതെ നിൻ്റെ ഫോണിൻ്റെ പാസ്വേഡൊന്നും നീ കൊടുക്കണ്ട എന്ന് കോടതി പറയുന്നു. സ്വാഭാവികമാണ്. കാരണം അയാളൊരു ജനപ്രതിനിധിയാണ്, അയാളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ ഫോണുകളിൽ പലതും ഉണ്ടാകും, രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡൊക്കെ പോലീസുകാരന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും നടപടിയാവില്ല. അങ്ങനെ ഒരു നിയമം എവിടെയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് തിരുവല്ല കോടതി, തിരുവല്ല കോടതി മജിസ്ട്രേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന ജാമ്യം നിഷേധിച്ച തിരുവല്ല കോടതി. രാഹുൽ മാങ്കൂട്ടത്തും ജില്ലാ കോടതിയിൽ, പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചത്. ആ കോടതി പറഞ്ഞതാണ് എന്ത്? കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 ഫോണിൻ്റെ പാസ്വേഡുകൾ കൈമാറണം. രാഹുൽ പറഞ്ഞു കോടതിയോട് എന്ത്? സാധ്യമല്ല. ഫോൺ എന്നൊക്കെ പറയുന്നത് അത്രമാത്രം സീക്രട്ടുകളും രഹസ്യ സ്വഭാവങ്ങളും അടങ്ങുന്നതാണ്. അതങ്ങനെ കൈമാറാൻ പറ്റില്ല. ഇനി അങ്ങനെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും, എൻ്റെ മുന്നിൽ വെച്ചിട്ട് പരിശോധിക്കാം. അതല്ലെങ്കിൽ എൻ്റെ അഭിഭാഷകൻ നിൽക്കും, അവരുടെ മുന്നിൽ വെച്ച് പരിശോധിക്കാം. ഇതിനപ്പുറം ഒന്നും സാധ്യമല്ല. അപ്പം ഇതൊക്കെ കോടതി അംഗീകരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് എടോ സനീഷെ നീ ഈ വാർത്ത കാണണം, അന്തകമ്മി സനീഷ് ഈ വാർത്ത കാണണം. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ട്, 3 പരാതിയുണ്ട്, ക്രൂരതയുണ്ട് എന്നൊക്കെ പറയുന്ന സനീഷ് ഇതൊന്ന് കാണണം. സ്വാഭാവികമായിട്ടും ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളോട് കോടതി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ അതുകൂടി ഒന്ന് പുറത്തേക്ക് വിടണമെന്നേ. എന്തേ അത് വേണ്ടേ? പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് എടോ, അങ്ങനെയല്ലേ ഒരു മാന്യത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ഭാഗവും കേൾക്കണം. പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ഭാഗവും കേൾക്കണം. അതല്ല ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം പറയാൻ തയ്യാറാവുന്നില്ല? ഇനിയിപ്പോൾ നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തട്ടും മുട്ടും ഒന്നുമില്ലാണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കോടതിയിൽ അയാളുടെ ഭാഗം വളരെ ക്ലിയറായിട്ട് അയാൾക്ക് ബോധിപ്പിക്കാൻ, കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെന്താ അയാൾക്ക് പ്രശ്നം? പിന്നെ ഈ പറയുന്ന വേശ്യാ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തണോ? അത് വേണ്ടല്ലോ. അതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പം ഗണേഷ് കുമാറിന് വ്യഭിചരിക്കാൻ വേശ്യകളെ ഒരുക്കി കൊടുക്കുന്ന പിണറായി വിജയൻ, അത് കണ്ടില്ലെന്നടിക്കുന്ന വേശ്യാ മാധ്യമങ്ങൾ, ആ പച്ചമാംസം വിറ്റ് കിട്ടുന്നതിൻ്റെ ഒരംശം നക്കുന്ന ഈ മാധ്യമങ്ങൾ അതല്ല ചെയ്യുന്നത്. കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ട് ആ പണം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വിറ്റ് കാശാക്കിയിട്ട് അതിൽ നിന്ന് നക്കിയിട്ട് വീപ്പക്കുറ്റി പോലെ വീർത്ത്, പന്നിക്കുട്ടികളെ പോലെ വീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ
അപ്പം നിങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇതൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളത് ഈ കേരളത്തിൻ്റെ കോടതിയിൽ, രാജ്യത്തെ കോടതിയുടെ മുന്നിലാണ്, നീതിന്യായ വ്യവസ്ഥക്ക് മുന്നിലാണ് അല്ലേ? പിന്നെ ഒന്ന് ബോധിപ്പിക്കേണ്ടത് എവിടെയാ? പിന്നെ മറിച്ചൊന്ന് ബോധിപ്പിക്കേണ്ടത് ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ. ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ ഈ പറയുന്നത് പോലെ രാജാവിൻ്റെ തീട്ടൊന്നല്ല നക്കുന്നത്. ജനങ്ങൾ ആരുടെയും അടിമകളൊന്നുമല്ല. മനസ്സിലായില്ലേ? രാജാവിൻ്റെ തീട്ടൊന്നല്ല ജനങ്ങൾ നക്കുന്നത്. അതുകൊണ്ട് തന്നെ തീട്ടം നക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നുണ്ട്. കോടതിയുടെ ഇടപെടലുകളും കോടതിയുടെ പരാമർശങ്ങളും ഒന്നും വെറുതെ അല്ലല്ലോ. കോടതി ഒരു രീതിയിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള ഒരു നിലപാട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ സംശയങ്ങളോ ആശങ്കകളോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിന്റെ ജെന്യൂനിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യാതൊരുവിധ ജെന്യൂനിറ്റിയും ഇല്ലാത്ത, നിലനിൽപ്പ് തന്നെ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു പരാതിയിന്മേലാണ് രാഹുൽ മാങ്കൂട്ടം ക്രൂരനാണ്, അയാൾ പീഡനവീരനാണ്, അയാൾ ബലാത്സംഗ വീരനാണ് എന്നൊക്കെ വിധിയെഴുത്തുകൾ ഉണ്ടാകുന്നത്. അപ്പോ ഈ പരാതികളുടെയൊക്കെ ആധാരം എന്തായിരുന്നു? ഇയാളെ ക്രൂരനാക്കണം, അയാളെ മോശക്കാരനാക്കണം, രാഹുലിനെ അധിക്ഷേപിക്കണം, അയാളെ ലൈംഗിക വൈകൃതമുള്ളവനാക്കണം, അയാളെ ക്രൂരനാക്കണം. ഇതായിരുന്നു ആവശ്യമെന്ന് പറയുന്നത്. ഇതായിരുന്നു അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ കോടതിക്ക് മുന്നിലെത്തുന്ന ഓരോ ഘട്ടങ്ങളിലും പരാതി ഉണ്ടായി, പരാതി വന്നപ്പോൾ രാഹുൽ ജാമ്യാപേക്ഷയുമായിട്ടും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതികളിലെത്തിയപ്പോൾ ഒന്നാവട്ടെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, ഏത് പരാതിയാവട്ടെ, ഒന്നാമത്തേതായാലും രണ്ടാമത്തേതായാലും മൂന്നാമത്തേതായാലും, ഈ 3 കേസിലും കോടതിയുടെ നിരീക്ഷണം എന്താണ് സംഭവിക്കുന്നത്? കോടതി പല രീതിയിൽ എവിടെ, നിങ്ങൾ ഈ പറയുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എവിടെ എന്നുള്ള ചോദ്യമല്ലേ കോടതി മുന്നോട്ട് വെക്കുന്നത് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ സുപ്രധാനമായ ഘട്ടങ്ങളിലൂടെ ഇപ്പോഴാണ് കോടതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ? എല്ലാ ഘട്ടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന രീതിയിൽ പരാതിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കോടതിയുടെ നടപടിക്രമങ്ങളും കോടതിയുടെ നിരീക്ഷണങ്ങളും പുറത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പരാതിയെക്കുറിച്ച് 24 മണിക്കൂറും കീറി മുറിച്ച് പരാതിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ആളുകൾ എന്തുകൊണ്ട് ഈ പറയുന്ന കോടതിയുടെ നിരീക്ഷണങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുകയും ഒക്കെ ചെയ്താൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമായിരുന്നു എന്ന് മാത്രമല്ല, അവരെയൊക്കെ ഈ പറയുന്ന സൈബർ ഫാൻസുകാരാക്കി ചിത്രീകരിക്കുകയായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ കോടതിയെക്കുറിച്ച് ഇപ്പോൾ ഇവരെന്താ പറയുക? കാരണം ഹൈക്കോടതി നിരന്തരമായിട്ട് പരാതിക്കാരികളോട് വലിയ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ വലിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല എന്ന് മാത്രമല്ല, രാഹുലിന് അനുകൂലമായ പല ഇൻ്ററിം ജഡ്ജ്മെൻറ്റുകൾ വേണമെങ്കിൽ കോടതി നടത്തുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ, ഹൈക്കോടതി വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം രാഹുലിനെ പുറത്ത് വിട്ടാൽ എൻ്റെ ജീവന് ഭീഷണിയാവുമെന്ന് വരെ പറഞ്ഞിട്ട് പോലും ഹൈക്കോടതി ജാമ്യം നൽകി അല്ലേ? ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു, രാഹുലെ മോനെ നീ പാസ്വേഡൊന്നും കൊടുക്കണ്ട, അതിൻ്റെ ഒന്നും കാര്യമില്ല, അതൊക്കെ പോലീസുകാരന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കോടതിയുടെ ഇടപെടലുകൾ വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ വാർത്തകൾ ചർച്ചയാവുന്നില്ലെങ്കിൽ അതിനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ വാർത്തകൾ ചർച്ചയായി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന അജണ്ടകളെ ബാധിക്കുമെന്നുള്ളതാണ്. ഏത് അജണ്ടകളെ? രാഹുലിനെ അധിക്ഷേപിക്കണമെന്നുള്ള അജണ്ട, അയാളെ ക്രൂരനാക്കണമെന്നുള്ള അജണ്ട, അയാളെ ലൈംഗിക വൈകൃതമുള്ളവനാക്കണമെന്നുള്ള അജണ്ട. പക്ഷേ എന്തൊരു കഷ്ടം നോക്ക്. ആരോപണങ്ങൾ, പരാതികൾ, അത് 1 അല്ല 2 അല്ല 3 അല്ല. ഇനി പരാതി കൊടുക്കാത്ത കുറേ കുലസ്ത്രീകൾ പലയിടങ്ങളിൽ നിന്നും കുരച്ചുകൊണ്ടേയിരിക്കുന്നു. പേപ്പട്ടികൾ, ചെത്തലപ്പട്ടികൾ, പിടിച്ച പട്ടികൾ കുരക്കും പോലെ അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടും അറസ്റ്റ് അടക്കം നടന്നിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും അയാൾ പുറത്തിറങ്ങി, അയാൾ പാലക്കാട് എത്തുമ്പോൾ
നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ എന്തൊരു സ്വീകരണ, വല്ലാത്തൊരു സ്വീകരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പരാതി കൊടുത്ത ആളുകളുടെ അതേ വർഗത്തിൽപ്പെടുന്ന സ്ത്രീ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ, യുവതികളാവട്ടെ, വീട്ടമ്മമാരാകട്ടെ, അമ്മമാരാകട്ടെ, മുത്തശ്ശിമാരാകട്ടെ, എല്ലാവരും വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള അവരുടെ ബന്ധം പുതുക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പാലക്കാട് തിരിച്ചെത്തിയ രാഹുലിന് നേരിടേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത്രയുമൊക്കെ ആളെ വെച്ച് പണിയെടുത്തിട്ടും ഒരുത്തൻ്റെ സ്വീകാര്യതയെ മാത്രം, ജനങ്ങളുടെ മനസ്സിൽ അവനുള്ള സ്ഥാനത്തെ മാത്രം തകർത്തെറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ എടുത്ത പണി കൊണ്ടൊക്കെ എന്താ കാര്യം? നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എങ്ങാനും എവിടെ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അയാൾ വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. ഇനി വിജയം കൂടി, അത് ഔദ്യോഗികമായിട്ട് ആ വിജയപ്രഖ്യാപനം കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആളുകളെ എന്തിനു കൊള്ളുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ വന്ന രാഹുലിന് ചില നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായതാണ് ഈ പറയുന്ന മൊബൈലുകൾ രണ്ടും ഹാജരാക്കണം, അതിന് സമർപ്പിക്കണം, അതിൻ്റെ പാസ്വേഡുകൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അപ്പം അതിനെതിരെ രാഹുൽ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറയുന്നു, മോനെ കൊടുക്കണ്ട, പോലീസുകാർ കഴിയുമെങ്കിൽ അവരുടെ കഴിവ് വെച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ കോടതിയും രാഹുലിനൊപ്പാ. ഇനിയിപ്പോൾ കോടതി കൂടി രാഹുൽ ഫാൻസാണെന്ന് പറയോ? കൊള്ളാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അഭിമാനമുള്ള കാര്യമാണ്. കോടതി കൂടി രാഹുലിൻ്റെ ഫാനായി മാറുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ അംഗീകാരം വേറെന്താ വേണ്ടത്, അല്ലേ? എന്താണെങ്കിലും കേസും പരാതികളുമൊക്കെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് മാത്രമല്ല, കുറേ അന്തം കമ്മി അടിമകളുണ്ട്, എല്ലാത്തിൻ്റെയും കുണ്ടിയിലിട്ടിട്ട് വെടി പൊട്ടിച്ചിട്ടല്ലാതെ ഇനി വിശ്രമമില്ല എന്നുള്ളതാ. സനീഷേ, കാത്തിരിക്കടാ, പെരുന്നാളെന്ന് കഴിയട്ടെ. നിന്റെ കുൽസിതങ്ങളും നിന്റെ ഇക്കിളി കഥകളും നിന്റെ പൈങ്കിളി ചാറ്റുകളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും.